ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ പാർട്ട് 4 ആണ് ഈ വീഡിയോ. സോ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ടെക്സ്റ്റ് നോട്ട് എന്തെങ്കിലും കൂടി കയ്യിൽ കരുതുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പാർട്സായിട്ട് നമ്മൾ നോക്കി വരുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്, മൗലിക അവകാശങ്ങൾ അല്ലേ. അപ്പോൾ കഴിഞ്ഞ 3 പാർട്സുകളിലായിട്ട് നമ്മൾ 5 ഫണ്ടമെൻ്റൽ റൈറ്റുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ദെൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ മൗലിക അവകാശമാണ്. ആൻഡ് ദാറ്റ് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ആർട്ടിക്കിൾ 32 അത് വരുന്നത്. സോ നമുക്കതെന്താണെന്ന് നോക്കാം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങൾ, നമ്മൾ ഇത്രയും പഠിച്ച റൈറ്റ്സുകളെല്ലാം അല്ലേ. അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ലംഘിക്കപ്പെടുകയാണ്, അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെയോ സമീപിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അതായത് ഇപ്പം നിങ്ങളടുത്ത് ആരെങ്കിലും പറയാണ്, എന്താ പറയുക, നമ്മളിപ്പോൾ പഠിച്ചൊരു റൈറ്റ് ആയിരുന്നു, നമുക്ക് ഏത് മതത്തിൽ വേണമോ വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളൊരു റൈറ്റ് അല്ലേ. അപ്പം നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇന്ന മതേ ഫോളോ ചെയ്യാവൂ, നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന മതം നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൗലിക അവകാശമാണ് അവിടെ ലംഘിക്കപ്പെടുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടത് കൊണ്ട് അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, നീതി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും, സുപ്രീം കോടതിയോ ഹൈക്കോടതിനെയൊക്കെ സമീപിക്കാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വയലേറ്റഡ് ആയി പോയി, ലംഘിക്കപ്പെട്ടു പോയി, അങ്ങനെയെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും. ദെൻ ഓർത്തിരിക്കുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ എക്സാം ബേസ് ചെയ്ത് പറഞ്ഞതല്ല, അല്ലാതെ മൗലിക അവകാശങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു അവകാശമാണ് ഈ 6ാമത്തെ അവകാശമായിട്ടുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ഉണ്ടല്ലോ, അദ്ദേഹം ഇതിനെ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത്. അത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിനെ അംബേദ്കർ വിശേഷിപ്പിച്ചതാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നുള്ളത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, PSCക്കും ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ എന്തായാലും ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത് ആരായിരുന്നു? അംബേദ്കർ ആയിരുന്നു. ഹൃദയവും ആത്മാവും എന്തിനെയാണ് പറഞ്ഞത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുന്നു, നമ്മൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? അവർ ചെയ്യുന്നൊരു കാര്യമാണ്, അവർ ചില സ്പെഷ്യൽ ഓർഡറുകൾ പുറപ്പെടുവിക്കും. അത് എന്താ പറയുക, ചില പ്രത്യേക നടപടികൾ എടുക്കും. അതിനെ പറയുന്ന പേരാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടുകളാണ്. WRITS ആണ് റിട്സ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്സ് എന്നൊന്നും വായിക്കരുത്, റിട്ടുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. സോ പ്രധാനമായിട്ടും കോടതി പുറപ്പെടുവിക്കുന്ന 5 റിട്ടുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഞാൻ സ്ക്രീനിൽ കുറേ നേരം കൊണ്ട് കാട്ടിയിരിക്കുന്നത്. നമ്മുടെ ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്വറാറി, ദെൻ കോവാറൻറ്റോ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ എന്താണ്, അറബിയാണോ ഹിന്ദിയാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ റിട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നാമത് വരുന്നതാണ് ഹാബിയസ് കോർപ്പസ്. ഒരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ലംഘിക്കപ്പെടുമ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിക്കുക അല്ലേ. അപ്പോൾ അന്നേരം എന്താ, അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് നമുക്ക് നമുക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കോടതി ഈ പറയുന്ന റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് ഓരോന്നും കോടതി എന്താ പറയുക പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് ഹാബിയസ് കോർപ്പസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഹാബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ലേറ്റിൻ വേർഡായിട്ടുള്ള ഒരു വേർഡാണ് ഹാബിയസ് കോർപ്പസ്. ലേറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്ത പദമാണ്. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം വന്നിട്ട് ലെറ്റസ് ഹാവ് ദ ബോഡി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂടാ. അതായത് ഒരു വ്യക്തിനെ അന്യായമായിട്ട് തടങ്കലിൽ വെക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, അതായത് അന്യമായിട്ട് ഒരാളെ പിടിച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ഇരുട്ടറയിൽ, നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ ഇരുട്ടറയിൽ ഇങ്ങനെ പൂട്ടിയിടുന്നതൊക്കെ, മറ്റേ കസാരയിലൊക്കെ കെട്ടിയിടുക, അങ്ങനെയൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ അന്യായമായിട്ട് ഒരാളെ തടവിൽ വെക്കുകയാണെന്ന് വെച്ചോളൂ. ഓക്കെ, ലീഗലി അല്ല, അല്ലാതെ ഇല്ലീഗലി നമ്മളൊരാളെ നമ്മളെന്താണ് അടച്ചിട്ടിരിക്കുകയോ ഒക്കെ ഒളിപ്പിച്ച് പാർപ്പിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറൊരാൾക്ക് എന്ത് ചെയ്യാം, പരാതി കൊണ്ടു കൊടുക്കാം, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ
കോടതി അത് ഈ ഒരു റിട്ടാണ് പുറപ്പെടുവിക്കുക. അതായത് നമുക്ക് എന്താ പറയുക, ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരമുള്ള ഒരു അവകാശമാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും പെരുമാറാനും ഒക്കെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളെ അടച്ചു പൂട്ടി വെക്കുക എന്ന് പറയുമ്പം അയാളുടെ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു മൗലികാവകാശ ലംഘനമായതുകൊണ്ട് തന്നെ കോടതി എന്ത് ചെയ്യും, റിട്ട് പുറപ്പെടുവിക്കും. ഹാബിയസ് കോർപ്പസ് ആണ് ഈ ഒരു ടൈമിൽ പുറപ്പെടുവിക്കുന്നത്. അതാണ് നമ്മൾ അർത്ഥം പറഞ്ഞു, ലെറ്റസ് ഹാവ് ദ ബോഡി, ആ ബോഡി എടുക്കുക എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും നമുക്കതിനെ. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അതായത് ഇല്ലീഗൽ ഡിറ്റൻഷൻ, അതാണ് കാര്യം. അതായത് അന്യായമായി തടങ്കിൽ എതിരായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹാബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസും ഒരു ലാറ്റിൻ വേർഡ് തന്നെയാണ് കേട്ടോ, ലാറ്റിൻ ഭാഷാ പദം തന്നെയാണ്. ദെൻ ഇതിൻ്റെ അർത്ഥം വി കമാൻഡ്, ഞങ്ങൾ കമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ഈ കാര്യം വേറൊന്നുമില്ല, കോടതി കണ്ടുപിടിക്കുകയാണ്. എന്താണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഓഫീസ് ഹോൾഡർ, മീൻസ് ഗവൺമെൻറ് ഓഫീസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഒരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഡ്യൂട്ടീസ്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചുമതലകൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നുണ്ട് എങ്കിലാണ് ഈ മാൻഡമസ് എന്ന് പറയുന്ന ഒരു റിട്ട് കോടതി പുറപ്പെടുവിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് ഏതാണ്? പ്രൊഹിബിഷൻ പ്രത്യേകിച്ചൊരു എന്താ പറയുക, വേറെ വേർഡ്സ് ഒന്നുമല്ല, ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്. അപ്പോൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടെന്ന് പറയുമ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉയർന്ന കോടതി, മീൻസ് ഹയർ കോർട്ട്. നമുക്കറിയാം കോടതികളുടെ സ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പോൾ കീഴ്ക്കോടതിയുണ്ട്, ഉയർന്ന കോടതിയുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി താഴെയുള്ള അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് അതിൻ്റെ അധികാര പരിധി വിട്ട് പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കും. വല്ല മനസ്സിലായോ നിങ്ങൾക്ക്? വേറെ ഒന്നുമില്ലടാ, നമ്മുടെ ഒരു ലോവർ കോർട്ട്, ഒരു കീഴ്ക്കോടതി, അതിന് ചില അധികാര പരിധികളുണ്ട്. ആ പരിധികൾ വിട്ട് അതെന്തെങ്കിലും എന്താ പറയുക, ആ അധികാര പരിധിയും കവിഞ്ഞത് പ്രവർത്തിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈക്കോർട്ട് കാണുന്ന സമയത്ത് ഹൈക്കോർട്ട് എന്ത് ചെയ്യും? പ്രൊഹിബിഷൻ അവിടെ പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രൊഹിബിഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി അങ്ങനെ ലോവർ കോർട്ടിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള ഒരു റൈറ്റ് അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി വരുന്നതാണ് സെർഷ്വറാറി എന്ന് പറയുന്നത്. സെർഷ്വറാറി എന്നാണ് കേട്ടോ വായിക്കുന്നത്. സോ സെർഷ്വറാറി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. ദെൻ അതിൻ്റെ അർത്ഥം വന്നിട്ട് ബി മോർ ഫുള്ളി ഇൻഫോംഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഒരു കീഴ്ക്കോടതിയിൽ ഒരു കേസ് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. കോടതിയിൽ കേസുകളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു കേസ്, കുറേ കേസുകളൊന്നും ഒത്തിരി കേസ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, അതിലൊന്നും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഉയർന്ന കോടതി കണ്ടുപിടിക്കുമ്പോൾ ഹയർ കോർട്ടിന് കീഴ്ക്കോടതിയോട് പറയാം ആ കേസ് ഹയർ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കോടതി യൂസ് ചെയ്യുന്ന ഒരു റിട്ടാണ് സെർഷ്യററി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതായത് ലോവർ കോർട്ടിൽ ഒത്തിരി നാളായിട്ട് എന്താ പറയുക പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു കേസ് ഹയർ കോർട്ടിലോട്ട് മാറ്റിവിടുന്നു. അതാണ് സെർഷ്യററി എന്ന് പറയുന്ന റിട്ടിലൂടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ലാസ്റ്റ് റിട്ടാണ് കോവാരൻറ്റോ. ഓക്കെ, കോവാരൻറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. ദെൻ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി, എന്തധികാരം എന്നുള്ളതാണ്. ഇത് ഭയങ്കര രസമാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ ഒരു ഗവൺമെൻറ് ഓഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഓക്കെ, ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് പറയാം, ഒരു ഉദ്യോഗസ്ഥൻ. ആ ഒരു ഉദ്യോഗസ്ഥന് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യത ഇല്ല, എലിജിബിലിറ്റി ഇല്ല എന്ന് കോടതി കണ്ടുപിടിക്കാമെന്ന് വെച്ചോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ പൊസിഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിട്ടാണ് കോവാരൻറ്റോ എന്ന് പറയുന്നത്. എന്തധികാരം, അതാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുക. എവിടെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തധികാരമാണുള്ളത് അല്ലേ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതാണ് ചോദിക്കുന്നത് ബൈ വാട്ട് അതോറിറ്റി. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ ആ ഒരു മീനിങ് ആണ് ബൈ വാട്ട് അതോറിറ്റി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ ആ ഒരു പൊസിഷനിലിരിക്കാൻ അദ്ദേഹം എന്താ പറയുക യോഗ്യനല്ല എന്ന് കോടതി എന്താ പറയുക കണ്ടുപിടിക്കാവുന്നുണ്ട് എങ്കിലാണ് കോവാരൻറ്റോ എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, നമ്മൾ വളരെ എന്താ പറയുക രസകരമായിട്ട് തന്നെ നമ്മുടെ റിട്ടുകളെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ, സിമ്പിളാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുതൽ ഇത്രയും വരെ എടുത്ത ഒരു പാർട്ടുകളുണ്ടല്ലോ, വീഡിയോസും ക്ലാസ്സും ഒക്കെ, ഇത്രയും സത്യം പറഞ്ഞാൽ ഒരൊറ്റ എസ്സേയുടെ ആൻസറാണ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ചോദ്യം ചോദിക്കാം. 8 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കുന്നതാണ് കേട്ടോ പബ്ലിക് എക്സാമിന്. അപ്പോൾ അന്നേരം നിങ്ങൾ എവിടെ മുതൽ എഴുതണം? ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിന് പാർട്ട് 1 വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ മുതൽ അങ്ങോട്ട് എഴുതി വരിക. ഓക്കെ, എഴുതി ഇറിട്ടിൽ വന്ന് അവസാനിക്കണം. അതായത് ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയുക, 6 ഫണ്ടമെൻ്റൽ റൈറ്റ് പറയണം, അതിനകത്തുള്ള കാര്യങ്ങൾ പറയണം, അതെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തതിന് ശേഷം അവസാനം ലാസ്റ്റത്തെ റൈറ്റ് പറയുന്നു, റിട്ടുകൾ പറയുന്നു, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, അവസാനിപ്പിക്കുന്നു. ക്ലിയർ ആയോ?
വീഡിയോ കുറച്ച് ലെന്തി ആയാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊരു ടോപ്പിക് കൂടി ഇന്ന് പഠിക്കാം. അതായത് NHRC മീൻസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. മലയാളം പേര് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പിടികിട്ടും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് പഠിച്ചാലോ. പേര് പറയുന്ന പോലെ തന്നെ മനുഷ്യാവകാശങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് നിലവിൽ വരുന്നത് 1993. ദെൻ ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ ഒരു വൺ വേർഡ് എപ്പോഴും ചോദിക്കുന്നതാണ്. സോ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരു 5 അംഗ സമിതിയാണ്. എന്ന് പറയുമ്പോൾ 5 മെമ്പേഴ്സാണ് ഈ ഒരു കമ്മീഷനകത്ത് ഉണ്ടാവുന്നത്. ഞാൻ പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ ആവത്തില്ല. അതായത് നമ്മളിങ്ങനെ പഠിക്കാം, 5 മെമ്പേഴ്സിൻ്റെ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത് സുപ്രീം കോടതിയുടെ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും. സുപ്രീം കോടതിയിലെ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ദെൻ സുപ്രീം കോടതിയിലെ തന്നെ ഒരു ഫോർമർ ജഡ്ജിയുമുണ്ട്, വിരമിച്ച് പോയൊരു ജഡ്ജിയുണ്ട്. ഇനി ഹൈക്കോടതിയിലെ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, വിരമിച്ച് പോയ ചീഫ് ജസ്റ്റിസ് തന്നെയാണ്. പിന്നെ അല്ലാണ്ട് ഇപ്പം ഞാൻ 3 പേരെ കാര്യമല്ലേ പറഞ്ഞേ, അല്ലാണ്ട് ഒരു 2 അതർ മെമ്പേഴ്സ് കൂടിയുണ്ട്. അവരുടെ പേരൊന്നും പറഞ്ഞില്ല, 2 അതർ മെമ്പേഴ്സ്. അങ്ങനെ മൊത്തത്തിൽ 5 ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. ദെൻ ഈ NHRCയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ പറ്റിയിട്ട് വരുന്ന കേസുകളൊക്കെ പരിശോധിക്കുന്നു, അതിനെ എൻക്വയറി നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന കാര്യം നമ്മുടെ ഈ ജയിലുകളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അതായത് അവിടുത്തെ അന്തേവാസികളൊക്കെ എങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ നമുക്കൊരു ഡിറ്റക്റ്റീവ് സംഘം പോലെ നമുക്കിതിനെ നിരൂപിക്കാൻ പറ്റും. എന്തായാലും അതാണ് നമ്മുടെ ഒരു NHRC ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കെതിരെയും ഒരു ലീഗലായിട്ട് പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കാനുള്ള ഒരു അവകാശം NHRCക്ക് ഇല്ല. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്